2-3 ദിവസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്നും കൂടി ഉണ്ട്. ഇന്നത്തോടു കൂടി ആ കലപരിപാടി അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ ഉച്ച ടൈമിൽ ഒരു 12 സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ ഫാമിലിയായ കാലുലകത്ത് ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദറാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് പരിപാടി ഉള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ ഒത്തുകൂടാണ്. കഴിയുന്നവർ എത്ര ഒത്തുകൂടാൻ വരാൻ പറ്റുന്നവരൊക്കെ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ മോളൂനെ കുറേ വിളിച്ചു. പക്ഷേ അവൾക്ക് ഭയങ്കര മടി കേട്ടോ. അവൾ ഐറൂസിന് കൊണ്ടുപോയിക്കോളി, എനിക്ക് പകരമായിട്ട് ഐറൂസിന് കൊണ്ടുപോയിക്കോളി എന്നും പറഞ്ഞാൽ ഞങ്ങൾ ഐറൂനി കൊണ്ടാണ് പോകുന്നത്. മീനൂട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മോള് പോരുമായിരിക്കും കേട്ടോ. ഓളിലായിട്ടായിരിക്കും ഒക്കെ ഒരു മടുപ്പ്. പിന്നെ ഞാനും പിന്നെ വല്ലാതെ നിർബന്ധിച്ചില്ല. അങ്ങനെ അവിടെ എത്തിയതാണ്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് അതിനടുത്തിന് കുറച്ച് അടുത്തായിട്ട് കാർ പാർക്ക് ചെയ്തതാണ്. നടന്നിങ്ങനെ വീട്ടിലെത്തിയത്. അവിടെ ആ വളവ് തിരിയുന്ന അവിടെ തന്നെയാണ് കേട്ടോ വീട്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. വന്നവർ ഫുഡ് കഴിക്കാൻ ഇരുന്നവരും ആണുങ്ങളൊക്കെ ആദ്യം ഇരുന്നിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് കാര്യമായിട്ട്. പിന്നെ വെറും ചോറും സാമ്പാറും മീൻ പൊരിച്ചും മീൻ മുളകിട്ട് ഉപ്പേരി ചക്കത്തോരനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ നോർമൽ ചോറിന് കേട്ടോ എനിക്ക് തോന്നി ചിക്കൻ ബിരിയാണിയൊക്കെ സൂപ്പർ നോർമൽ ചോറാണെന്ന്. പക്ഷേ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ഐറൂസിന് ഫുഡ് കഴിക്കാനും നിന്നില്ല. നല്ല ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ രാവിലത്തെ ദോശയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം എവിടെ പോയാലും കുരുത്തക്കേട് കൂടുതലായിരിക്കും, ഫുഡ് കഴിക്കാൻ മടിയായിരിക്കുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കൊടുക്കാൻ നല്ല രീതിയിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം തീറ്റ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടിയാണ് ശരിക്കുള്ള പരിപാടി, കുറി എടുക്കൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1.5 വർഷമായിട്ട് ഒരു കുറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും മാപ്പയൊക്കെ മരണപ്പെട്ടതിന് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷനും കോൺടാക്റ്റൊക്കെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു കുറി വെപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, ഒരുവിധ അംഗങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് അവസാനത്തെ നറുക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂടൽ. ഇനി പുതിയത് നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു തീരുമാനങ്ങളും ചെറിയ മീറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അവിടുന്ന് കുരുത്തക്കേട് കൊണ്ട് ഐറൂസാകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. വന്ന പാട് അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. എന്തായാലും ഇന്നത്തെ വീഡിയോ